തെരഞ്ഞെടുപ്പിനായി കോന്നി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. LDF പ്രവർത്തകരും ഇപ്പോൾ KU ജനീഷ് കുമാർ MLA നിലവിലെ വീണ്ടും മത്സരിക്കുകയാണ്. ഇപ്പോൾ കോന്നി പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിലാണ് പ്രവർത്തകരോടൊക്കെ വലിയ സ്വീകരണം തന്നെയാണ് ജനീഷ് ലഭിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുക. എന്താണ് ആദ്യം പറയാനുള്ളത്? അല്ല, കോന്നിയിലെ ജനങ്ങൾ 6.5 വർഷം മുമ്പ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കോന്നിയിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിക്കൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ആത്മവിശ്വാസവുമായിട്ടാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ 100% ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങുന്നത്. കഴിഞ്ഞ 6.5 വർഷവും കോന്നിക്കൊപ്പം ഉണ്ടായിരുന്നു. കോന്നിയുടെ സുഖത്തിലുണ്ടായിരുന്നു, കോന്നിയുടെ ദുഃഖത്തിലുണ്ടായിരുന്നു. ഓരോ വീട്ടിലും എല്ലാ പ്രയാസങ്ങളിലും ഞാൻ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ സഹായത്താൽ 50 വർഷമായി കോന്നി ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ വികസന പദ്ധതികളും യാഥാർത്ഥ്യമാക്കിയെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു ആത്മവിശ്വാസത്തിൽ വലിയ മാർജിനിൽ കഴിഞ്ഞ 2 തവണത്തെ ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്ഥാനാർത്ഥിയെ തിരിച്ചു വരാൻ ചില ആളുകൾ ഒരുങ്ങുകയാണ്. അത്തരം സ്ഥാനാർത്ഥിത്വങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അല്ല, കോന്നിയിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിശ്ചയിക്കട്ടെ. കോന്നിയിൽ നിയമസഭാ അംഗം ആരാവണമെന്ന് തീരുമാനിക്കുന്നത് കോന്നിയിലെ ജനങ്ങളാണ്. കോന്നിയിലെ ജനങ്ങളിൽ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എനിക്ക് കോന്നിയിലെ ജനങ്ങളിൽ വലിയ വിശ്വാസമുണ്ട്. കാരണം അവർക്കറിയാം, അവർ കണ്ടു 6.5 വർഷം കൊണ്ട് കോന്നിയിലുണ്ടായിട്ടുള്ള മാറ്റം, എല്ലാ രംഗത്തും നടന്നിട്ടുള്ള മാറ്റം, അടിസ്ഥാന സൗകര്യ വികസനത്തിലായിരിക്കും, സാംസ്കാരികപരമായിട്ടുണ്ടായിട്ടുള്ള മുന്നേറ്റം ഉൾപ്പെടെ കോന്നിയിലെ ജനങ്ങൾ കണ്ടു. ആ വികസന തുടർച്ചയാണ് കോന്നിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വീണ്ടും ഇരുണ്ട കാലത്തേക്ക് കോന്നിയെ കൊണ്ടുപോകാൻ കോന്നിയിലെ ആളുകൾ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ ഈ കോന്നിയിലെ ഓരോ വീടുകളിലും വോട്ട് ചോദിക്കാൻ എത്തുമ്പോൾ വികസനം എവിടെയെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കത്തക്ക വികസനം നടത്തിയോണ്ടാണോ വലിയ ആത്മവിശ്വാസം? അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം 50 ആണ്ടുകളായി കോന്നി ആഗ്രഹിച്ച പലതും യാഥാർത്ഥ്യമായി. UDF ഗവൺമെൻറ് ഉപേക്ഷിച്ച മലയോര ഹൈവേ യാഥാർത്ഥ്യമായി. UDF ഗവൺമെൻറ് ഉപേക്ഷിച്ച മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായി. ടൂറിസം രംഗത്ത് വലിയ അടയാളപ്പെടുത്തലുകൾ നടത്തുവാൻ വേണ്ടി കഴിഞ്ഞു. എല്ലാ റോഡുകളും മെച്ചപ്പെട്ട നിലയിലേക്കാക്കുവാൻ കഴിഞ്ഞു. കൂടുതൽ സ്ഥാപനങ്ങൾ കോന്നിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. 50 ആണ്ടുകൾക്ക് മുമ്പ് കോന്നി എന്തെല്ലാം ആഗ്രഹിച്ചിരുന്നോ ആ കാലം മുതലുള്ള ആഗ്രഹങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അത് വെറുതെ ഒരു ഭാഷാ പ്രയോഗത്തിന് വേണ്ടി പറയുന്നതല്ല. ഓരോ സമയത്തും അവരുടെ നിരവധി കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ജനങ്ങളുടെ വലിയ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവും. വലിയ മാർജിനിൽ വിജയിക്കും. ആശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസമാണ്. നമുക്കറിയാം, പ്രവർത്തകരെല്ലാം തന്നെ കോന്നിയിലെ പാർട്ടി ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെയെല്ലാം വലിയ ആത്മവിശ്വാസവും ജനീഷ് കുമാർ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ വികസനം നടപ്പാക്കിയത് തന്നെയാണ് ഈ ഇവരുടെയെല്ലാം ആത്മവിശ്വാസം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളും വലിയ ആത്മവിശ്വാസത്തിലാണല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ഈ നിയോജകമണ്ഡലത്തിൽ ജയിക്കാം എന്ന വിശ്വാസത്തിലാണ്. ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ ഇതാണ് വിജയം വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായ ഞങ്ങളുടെ MLA ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമാണ്. അതെ അതെ, എല്ലാവരും വലിയ സന്തോഷം. 100% വിജയം ഉറപ്പിച്ചു. ഞങ്ങൾ വിജയം 100% ഉറപ്പിച്ചതാണ് പ്രവർത്തകർ പറഞ്ഞത്. അല്പസമയത്തിനുള്ളിൽ തന്നെ വലിയ റോഡ് ഷോ ഉൾപ്പെടെ നടത്താനാണ് തീരുമാനം. എന്നാലും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചോളം 5 നിയമസഭാ മണ്ഡലങ്ങളും LDF ആണ് ഭരിക്കുന്നത്. അതിൽ LDF MLA-മാരാണ് നിലവിലുള്ള. തിരുവല്ലയിൽ മാത്യു തോമസ്, അടൂരിൽ ചിറ്റയൻകുമാർ, ഇത്തവണ പ്രജി കണ്ണനാണ് മത്സരിക്കുന്നത്. തിരുവല്ലയിൽ മാത്യു തോമസിനെ തുടരും. ആറന്മുളയിൽ വീണ ജോർജിനെ വീണ്ടും മത്സരിക്കും. അതുപോലെ റാന്നിയിൽ പ്രമോദ് നാരായണൻ വീണ്ടും മത്സരിക്കും. കോന്നിയിലും KU ജനീഷ് കുമാറാണ് ഇത്തവണ വീണ്ടും അംഗത്തിനിറങ്ങുന്നത്. എന്നാലും ഇടതുമുന്നണിയെ സംബന്ധിച്ചോളം പത്തനംതിട്ട ജില്ലയിൽ വലിയ ആത്മവിശ്വാസമുള്ളത്. ഇത്തവണയും 5 നിയമസഭാ സീറ്റും നിലനിർത്താമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബം, സുജിറ്റി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.